ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 103. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. 1988 ഭൂമിയിൽ പ്രകാശം ചൊരിയുക. മരിയൻ വർഷം. ഡോൺഗോ, ഇറ്റലി, ജനുവരി 1, 1988. ഫീസ്റ്റ് ഓഫ് മേരി ദ മോസ്റ്റ് ഹോളി മദർ ഓഫ് ഗോഡ്. 371 ഭൂമിയിൽ പ്രകാശം ചൊരിയുക. ദൈവത്തിൻ്റെ മഹാദാനമായ സമാധാനത്തിനായി നിങ്ങളെല്ലാം നിങ്ങളുടെ സ്വർഗീയ മാതാവിലേക്ക് ഇന്ന് ദൃഷ്ടി ഉയർത്തുകയാണ്. എൻ്റെ സ്വർഗീയ മാതൃത്വത്തിൻ്റെ വിശുദ്ധോത്സവത്തിൽ എനിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ വത്സരത്തിൽ എന്നെ നിങ്ങൾ വിശേഷവിധിയായി വണങ്ങുകയാണ്. ഈ ആത്മപ്രതിഷ്ഠയോടുകൂടെ എനിക്കായി പൂർണ്ണമായി സമർപ്പിക്കുന്ന എൻ്റെ കുഞ്ഞുമക്കളെ, എൻ്റെ വിമല ഹൃദയത്തിൻ്റെ തീവ്രമായ ഒരാഗ്രഹം നിങ്ങൾക്ക് ഞാൻ വെളിപ്പെടുത്താൻ പോവുകയാണ്. ആദ്യമായി ഞാൻ അതിയായ വേദനയോടുകൂടെ നിങ്ങളെ അറിയിക്കുന്നത്, ഈ മരിയൻ വത്സരം എൻ്റെ മക്കളിൽ പലരും എത്ര ശൂന്യരായിട്ടാണ് കഴിച്ചുകൂട്ടുന്നതെന്നതാണ്. എനിക്കാദ്യമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ വർഷത്തിൻ്റെ അനുഗ്രഹദായകത്വത്തെപ്പറ്റി നിങ്ങൾക്ക് അറിവ് തന്ന എൻ്റെ പ്രിയ ജോൺ പോൾ രണ്ടാമൻ പാപ്പായോട് ഞാൻ വളരെയധികം കൃതജ്ഞതയുള്ളവളാണ്. അതേസമയം ഇക്കാര്യത്തിൽ പല മെത്രാന്മാരും വൈദികരും സന്യസ്തരും വിശ്വാസികളും പ്രദർശിപ്പിക്കുന്ന നിസ്സംഗത മൂലം എനിക്കുണ്ടായിട്ടുള്ള ഹൃദയവേദന നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. എനിക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട ഈ വർഷം നന്നായി ചെലവഴിച്ചുകൊണ്ടും എന്നോടുള്ള ഭക്തിപ്രകടനങ്ങൾ നടത്തിയും എൻ്റെ വിശുദ്ധാലയത്തിൽ ഒന്നിച്ചു കൂടിയും ജൂബിലിയുടെ ദണ്ഡവിമോചനങ്ങൾ സമ്പാദിക്കുന്നതിൽ പല രൂപതകളും ഒന്നും ചെയ്തിട്ടില്ലെന്നത് ഖേദകരം തന്നെ. ഈ അവസരത്തിൽ എന്നോടുള്ള ഭക്തി പുനർജീവിപ്പിക്കുന്നതിലും എന്നെ ബഹുമാനിക്കുന്നതിലും എൻ്റെ പ്രതിയോഗിയായ സാത്താൻ അവനാൽ കഴിയുന്ന എല്ലാ പ്രതിബന്ധങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മരിയൻ വർഷത്തെ നിഗൂഢമായും ബുദ്ധിപൂർവവും ബഹിഷ്കരിക്കുന്നതിന് നിരീശ്വരത്വത്തിൻ്റെയും ഫ്രീ മേസണറിയുടെയും ശക്തികൾ സഭയുടെ അത്യുന്നത ശ്രേണിയിൽ കടന്നുകൂടി പ്രവർത്തിക്കുകയാണ്. അന്ധകാരത്തിൻ്റെ ഒരു മൂടുപടം അങ്ങനെ സഭാതലത്തിൽ വിരിക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട പാപ്പയുടെ വാക്കുകൾ വിശാല മരുഭൂമിയിൽ വീണതുപോലെ ആയിരിക്കുന്നു. മാതൃനിർവിശേഷമായ എൻ്റെ ആഗ്രഹം എൻ്റെ വിശ്വസ്തരും അനുസരണയുള്ളവരുമായ എൻ്റെ മക്കളെ ഞാൻ ഏൽപ്പിക്കുന്നു. കാരണം നിങ്ങൾ എൻ്റെ ശബ്ദം ശ്രവിക്കുകയും എൻ്റെ വിജയവ്യൂഹത്തിൻ്റെ ഭാഗമായി തീരുകയും ചെയ്തു. നിസ്സംഗതയിലും പ്രതികരണരഹിതമായും കഴിയുന്നവർക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുന്നതിന് ഉദാര മനസ്ഥിതിയോടുകൂടി മരിയൻ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിലേക്ക് നമുക്ക് കടക്കാം. ആത്മപ്രതിഷ്ഠയ്ക്കായുള്ള എൻ്റെ പുതിയ ആഹ്വാനത്തോട് നിങ്ങൾ പ്രതികരിക്കുക. കൂടെ കൂടെ അത് ആവർത്തിക്കുകയും എൻ്റെ വിമല ഹൃദയത്തിൻ്റെ പ്രതിഷ്ഠയിൽ ജീവിക്കുകയും ചെയ്യുക. ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നതും ആവർത്തിച്ച് ഇന്ന് വരെ നിങ്ങളോട് ആവശ്യപ്പെട്ടുള്ളതുമായിട്ടുള്ള ഈ ആത്മപ്രതിഷ്ഠയ്ക്കായി കഴിയുന്നിടത്തോളം വൈദികരെയും വിശ്വാസികളെയും കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനായോഗങ്ങൾ സെനക്കിൾസ് ഇരട്ടിയാക്കുക. കൂടുതൽ പ്രാർത്ഥിക്കുക. എന്നോടുകൂടെ പ്രാർത്ഥിക്കുക. പരിശുദ്ധ ജപമാല ഭക്തിയോടെ ഉരുവിടുക. എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളും എൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അവ സ്നേഹത്തിൻ്റെയും ജീവിതത്തിൻ്റെയും കൂട്ടായ്മകളായി തീരട്ടെ. എൻ്റെ ഈ പ്രസ്ഥാനത്തിലെ വൈദികർ അവരുടെ സൂക്ഷ്യത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസികളെ ഒരുമിച്ച് കൂട്ടി ഈ വർഷം തന്നെ പ്രാർത്ഥനായോഗങ്ങൾ നടത്തട്ടെ. കാരണം മധ്യസ്ഥ പ്രാർത്ഥനയുടെയും പാപപരിഹാരത്തിൻ്റേതുമായ ഒരു വലിയ ശക്തി എനിക്ക് ആവശ്യമുണ്ട്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മഹാപദ്ധതികളുടെ പൂർത്തീകരണത്തിനായി എൻ്റെ വിമല ഹൃദയത്തെ അവ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അവസാനമായി എൻ്റെ പുത്രസഹജമായ സ്നേഹാദരങ്ങൾ ഞാൻ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം എനിക്ക് ഏൽപ്പിക്കപ്പെട്ട ഈ സമയത്തെ ഞാൻ ആശീർവദിക്കുകയും ചെയ്യുന്നു. എൻ്റെ സാന്നിധ്യം ഈ വർഷം നിങ്ങൾക്ക് കൂടുതൽ അനുഭവവേദ്യമാകുന്നതിനും അത് കൂടുതൽ അസാധാരണമായ രീതിയിൽ ആയിരിക്കുന്നതുമാണ്.
ഏത് മഹത്തായ കാര്യങ്ങൾക്കായി ഞാൻ നിങ്ങളെ ഒരുക്കിയോ അവ സംഭവിക്കാൻ പോകുന്നു. എൻ്റെ സ്വർഗീയവും സാർവലൗകികവുമായ മാതൃത്വത്തിൻ്റെ അഗാധ തലത്തിലേക്ക് ചെല്ലുവാൻ അക്കാരണത്താലാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ദൃഢവിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ദൈവിക ജീവൻ്റെ ഉള്ളറയിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങളുടെ സ്വർഗീയ അമ്മ ശ്രവിക്കുന്നതും നിങ്ങളെ സമാധാനത്തിൻ്റെ ഉപകരണങ്ങളായി ഞാൻ തീർക്കുന്നതുമാണ്. അങ്ങനെ നിങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന വലിയ ചുമതലകൾക്കായി നിങ്ങൾ തയ്യാറാകേണ്ടതായിരിക്കും. അന്ധകാരാവൃതമായ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പോയി ഭൂമിക്ക് പ്രകാശം നൽകുക. അപ്പോൾ നിങ്ങൾ മുഖാന്തരം രാശിയുമായി ദൈവം നടത്തുന്ന അനുരഞ്ജനത്തിൻ്റെ അടയാളമായ മഴവില്ല് തെളിയാനിടയാകുന്നതും പുതിയ ലോകത്തെ ആ വെളിച്ചം ആവരണം ചെയ്യുന്നതുമാണ്. പോർട്ടോ, ബ്രസീൽ, ഫെബ്രുവരി 2, 1988. ഫീസ്റ്റ് ഓഫ് ദ പ്രസൻറ്റേഷൻ ഓഫ് ചൈൽഡ് ജീസസ് ഇൻ ദ ടെമ്പിൾ. 372. നിങ്ങളിൽ ഞാൻ മഹത്വീകരിക്കപ്പെടുന്നു. സ്നേഹമുള്ള മക്കളെ, എൻ്റെ കൂടെ നടക്കുക. ഞാനിതാ ഉണ്ണി യേശുവിനെ എൻ്റെ കൈകളിലേന്തി അവൻ്റെ പ്രകാശത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ദേവാലയത്തിങ്കലേക്ക് പോകുന്നു. ശാന്തതയോടും ഇണക്കത്തോടും എളിമയോടും കൂടെ നിങ്ങൾ എൻ്റെ മാതൃകരങ്ങളിലേക്ക് വരുവാൻ സ്വയം സമ്മതിക്കുക. ഞാൻ നിങ്ങളെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് നയിക്കുകയാണ്. അവിടുത്തെ പ്രകാശത്തിൻ്റെയും മഹിമാത്മാവിൻ്റെയും പൂർണ്ണമായ ആവിഷ്കാരത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നു. നിങ്ങളുടെ പൂർണ്ണമായ വെളിപ്പെടുത്തലിൻ്റെ സമയങ്ങളാണിത്. പരസ്യമായ നിങ്ങളുടെ സാക്ഷ്യം വഹിക്കലിൻ്റെ ദിവസങ്ങൾ ഇതാ സമാഗതമായിരിക്കുന്നു. നിങ്ങൾ എനിക്കായി സമർപ്പിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളാണെന്നും ഈ അന്ത്യനാളുകളിൽ ഞാൻ നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ അപ്പസ്തോലന്മാരാണെന്നും സ്വയം കാണിച്ചു കൊടുക്കുകയും ചെയ്യുക. ലോകത്തിൻ്റെയും സഭയുടെയും മുൻപിൽ നിങ്ങളിൽ കൂടെ ഞാൻ മഹത്വീകരിക്കപ്പെടുന്നതിനുള്ള മണിക്കൂർ ഇതാ സമാഗതമായിരിക്കുന്നു. വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ നടക്കുന്ന പക്ഷം ഞാൻ നിങ്ങളിൽ സ്വയം മഹത്വീകരിക്കപ്പെടും. ദൈവവചനം എളിമയോടുകൂടി സ്വീകരിക്കുക. അതേക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ധ്യാനിക്കുക. അത് നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക. അത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ജീവിക്കുക. വിശുദ്ധ ഗ്രന്ഥം അതിലുപരിയായി യേശുവിൻ്റെ സുവിശേഷമായിരിക്കട്ടെ ഈ അന്ധകാരഘട്ടത്തിൽ നിങ്ങൾക്ക് പ്രകാശം തരുന്നത്. സുവിശേഷത്തിൽ വിശ്വസിക്കുക, സുവിശേഷത്തിൽ ജീവിക്കുക, അതിൻ്റെ പൂർണ്ണതയിൽ സുവിശേഷം പ്രഘോഷിക്കുക. പരന്നു വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റുകൾക്കെതിരായും യേശുവിൻ്റെ സുവിശേഷത്തെ മാനുഷികോപാധികൾക്കും സ്വാഭാവികമായും യുക്തിവാദപരമായുമുള്ള വ്യാഖ്യാനങ്ങൾക്കുമായി വിധേയരായി ഒറ്റിക്കൊടുത്ത് പിച്ചി ചീന്തുന്ന എൻ്റെ അനേകം മക്കൾക്കെതിരായും എൻ്റെ പ്രിയമുത്രരെ നിങ്ങൾ ഇന്ന് സുവിശേഷത്തിൽ ജീവിക്കുകയും ആയത് അക്ഷരശ പ്രഘോഷിക്കുകയും ചെയ്യുക. അങ്ങനെ നിങ്ങൾ വഴി വിശ്വാസ ദീപം വീണ്ടും കത്തിജ്വലിക്കുകയും നിങ്ങളിൽ ഞാൻ മഹത്വീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. നിങ്ങൾ സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളിൽ മഹത്വീകരിക്കപ്പെടും. എൻ്റെ വിമലഹൃദയ സ്പന്ദനത്തോടുകൂടി പരമപരിശുദ്ധ സ്വർഗീയ ത്രിത്വത്തെ സ്നേഹിക്കുക. തൻ്റെ സ്നേഹാർദ്രത കൊണ്ട് നമ്മെ ചൂഴുന്ന തൻ്റെ അനുഗ്രഹത്തിൻ്റെ കരങ്ങളാൽ നമ്മെ താങ്ങി നിർത്തുന്ന പിതാവായ ദൈവത്തെ സ്നേഹിക്കുക. നിങ്ങൾക്ക് വേണ്ടി സഹോദരനായവനും നിങ്ങൾ തൻ്റെ സ്വർഗീയ സ്നേഹത്തിൽ ജീവിക്കുന്ന പ്രതീകങ്ങളാകുന്നതിലേക്ക് നിങ്ങൾക്കായി ഒരു പുതിയ ആത്മാവ് പ്രദാനം ചെയ്തവനുമായ ദൈവപുത്രനെ നിങ്ങൾ സ്നേഹിക്കുക. യേശു നിങ്ങളിൽ നിന്നും സ്നേഹം മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഉപവിയുടെ പൂർത്തീകരണാർത്ഥം നിങ്ങളിൽ വസിക്കുന്നവനും തൻ്റെ ശക്തിയേറിയ സാക്ഷ്യമായിരിക്കുവാൻ 7 ദാനങ്ങൾ കൊണ്ട് നമ്മെ നിറയ്ക്കുന്നവനുമായ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുക. അടുത്തതായി ഈശോയുടെ അതേ ഹൃദയത്താൽ നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിക്കുക. പ്രത്യേകിച്ച് പാവപ്പെട്ടവരെയും പാപികളെയും വിദൂരസ്ഥമായിരിക്കുന്നവരെയും രോഗികളെയും വ്രണിതരെയും പരിക്ഷീണിതരെയും നിസ്സാരരെയും ആക്രമത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കടിഞ്ഞാണില്ലാത്ത അഹങ്കാരത്തിൻ്റെയും ശൂന്യതയുടെയും ഈ നാളുകളിൽ ദൈവകാരുണ്യത്തിൻ്റെ സ്വർഗീയ മഴത്തുള്ളികൾ മഹാമരുഭൂമിയായി തീർന്നിരിക്കുന്ന ഈ ലോകത്തിലേക്ക് വീഴുവാൻ നിങ്ങൾ ഇടയാക്കുക. അങ്ങനെ നിങ്ങൾ മുഖാന്തരം സ്നേഹത്തിൻ്റെ ദീപശിഖ വീണ്ടും പ്രകാശിക്കുവാനും അങ്ങനെ നിങ്ങളിൽ ഞാൻ മഹത്വീകരിക്കപ്പെടുവാനും ഇടയാകട്ടെ. നിങ്ങൾ വിശുദ്ധിയുടെ വെളിച്ചത്തിൽ നടക്കുന്ന പക്ഷം നിങ്ങളിൽ ഞാൻ സ്വയം മഹത്വീകരിക്കപ്പെടും. ലോകത്തോടും നിങ്ങളോടുമുള്ള വെറുപ്പിൻ്റെ അന്തരീക്ഷത്തിൽ അനുസ്യൂതമായ പ്രാർത്ഥനയുടെയും ഇന്ദ്രിയ നിഗ്രഹത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും വഴിയിൽ നടക്കുക. അസന്മാർഗികത്വത്തിൻ്റെ വിട്ടുവീഴ്ച
സാൻമാർഗികത്വത്തിൽ വിട്ടുവീഴ്ച വരുത്തിക്കൊണ്ട് എല്ലാ വികാരശമനത്തിൻ്റെയും സുഖലോലുപതയുടെയും പിന്നാലെ പരക്കം പായുകയും അവയോടുള്ള അഭിവാഞ്യയും പാപത്തെ അതിൻ്റെ മുഴുവൻ അബോധത്തോടുകൂടി പേറി നടക്കലും ദൈവത്തിൻ്റെ പരിശുദ്ധ നിയമത്തെ പുറന്തള്ളിയുമുള്ള ലോകായതികമായ പോക്കിനെയും നിങ്ങൾ എതിർക്കുക. എന്നാൽ ഭക്തിരാഹിത്യത്തിൻ്റെയും വർദ്ധിച്ച അസന്മാർഗികതയുടെയുമായ ഈ കാലത്ത് നിങ്ങൾ വിശുദ്ധിയുടെ പരിമളം പരത്തുക. അങ്ങനെ നിങ്ങൾ മുഖാന്തരം പരിശുദ്ധിയുടെയും സ്വർഗീയ വരപ്രസാദത്തിൻ്റെയും വെളിച്ചം ഒരിക്കൽ കൂടി പ്രകാശമാനമായി തീരട്ടെ. അങ്ങനെ നിങ്ങളിൽ ഞാൻ മഹത്വീകരിക്കപ്പെടട്ടെ. നിങ്ങൾ വിനീതരും പാവങ്ങളും നിസ്സാരരും ശുദ്ധീകരിക്കപ്പെട്ടവരും കരുണയുള്ളവരുമായിരിക്കുമ്പോൾ ഞാൻ നിങ്ങളിൽ മഹത്വീകരിക്കപ്പെടും. നിങ്ങൾ വിശ്വാസത്തിലൂടെയും സ്നേഹത്തിലൂടെയും കൂടെയും വിശുദ്ധിയിലൂടെയും നടക്കുമ്പോൾ ഞാൻ നിങ്ങളിൽ മഹത്വീകരിക്കപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ മഹത്വപ്രതാപത്തെ പ്രഘോഷിക്കുന്നു. ഞാൻ എൻ്റെ വിജയത്തെ പ്രതീക്ഷിക്കുന്നു. ഈ നാളുകളിലെ അന്ധകാരമയമായ ലോകത്തെ പ്രകാശിപ്പിക്കുവാൻ എൻ്റെ വിമല ഹൃദയത്തിൽ നിന്നും ഉയരുന്ന പ്രകാശരശ്മികളായി നിങ്ങൾ മാറുന്നു. ലോകത്തിൽ ഉദയം ചെയ്യാൻ പോകുന്ന പുതിയ യുഗമായ വിശുദ്ധ മന്ദിരത്തിലേക്ക് സസന്തോഷം ഞാൻ നിങ്ങളെല്ലാം ആനയിക്കുകയാണ്. ആമസോണാസ്, ബ്രസീൽ, ഫെബ്രുവരി 11, 1988. ഫീസ്റ്റ് ഓഫ് അവർ ലേഡി ഓഫ് ലൂർദ്. 373. കർത്താവ് എന്നെ നിങ്ങളിലേക്ക് അയക്കുന്നു. മസാബില്ലിയിലെ എളിയ ഗ്രോട്ടോയിൽ വെച്ച് എൻ്റെ കുഞ്ഞു മകളായ ബെർണദീത്തയ്ക്ക് ഞാൻ ദർശനമരുളിയതിൻ്റെ ഓർമ്മ നിങ്ങളിന്ന് ആചരിക്കുകയാണല്ലോ. അതിൽ പിന്നെ എൻ്റെ അസാധാരണമായ ദർശനങ്ങളുടെ സമയങ്ങളും സ്ഥലങ്ങളും ശതഗുണീഭവിക്കുകയുണ്ടായി. ഈ നൂറ്റാണ്ട് നിങ്ങളുടെ മധ്യയുള്ള എൻ്റെ ശക്തമായ സാന്നിധ്യത്താൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആയത് നിങ്ങൾക്കെല്ലാം ദൃഷ്ടിഗോചരമായിരിക്കുന്നതിനായി എല്ലായിടത്തുമുള്ള എൻ്റെ അത്ഭുത പ്രകടനങ്ങൾ ഞാൻ വളരെയധികം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇക്കാലസന്ധിയിൽ ഒരു പുതുമയാർന്നതും തുടർച്ചയായതും അസാധാരണവുമായ രീതിയിൽ എൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നത്? സാത്താനും ചുവന്ന വ്യാളിയും പഴയ സർപ്പവുമായ യാതൊരുവൻ്റെ തല ഞാൻ തകർക്കാനിരിക്കുന്നുവോ ആ ശത്രുവിൻ്റെ വാഴ്ചക്കാലമാണിത്. അവൻ്റെ വാഴ്ചക്കാലത്തിൻ്റെ ഭാരത്താൽ നിങ്ങളുടെ പരീക്ഷണങ്ങളും പീഡകളും ക്ഷതങ്ങളും വീഴ്ചകളും വർദ്ധമാനമായിക്കൊണ്ടിരിക്കുന്നതിനും തന്മൂലം നിങ്ങൾ നഷ്ടപ്രിയരാകാനിടയുള്ളതുമൊക്കെ വിധത്തിലുള്ള അപകട സാധ്യതകളും ഇന്ന് കൂടുതലാണ്. എൻ്റെ വിമല ഹൃദയത്തിന് നിങ്ങൾ നടത്തുന്ന ആത്മപ്രതിഷ്ഠ വഴിയായി നിങ്ങളിൽ അഭയം കണ്ടെത്തുന്നതിനും എന്നിൽ ആത്മവിശ്വാസം അർപ്പിപ്പിക്കുന്നതിനും പ്രത്യാശ വയ്ക്കുന്നതിനുമായി ഞാൻ എന്നെ തന്നെ അസാധാരണമായ രീതിയിൽ വെളിപ്പെടുത്തുകയാണ്. സാത്താൻ്റെ മേലുള്ള എൻ്റെ നിർണായകമായ വിജയം സമീപസ്ഥമാകിയാൽ ഇന്നത്തെ പോലെ എൻ്റെ സാന്നിധ്യം കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ നിങ്ങളെല്ലാവരും ആത്മവിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ എന്നിലേക്ക് ദൃഷ്ടി പതിപ്പിക്കാൻ ഞാൻ നിങ്ങളെ അടിയന്തരമായി ഉപദേശിക്കുന്നു. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് എന്നെ നിങ്ങളിലേക്ക് അയക്കുകയാണ്. ഈ ദാനത്തിന് നിങ്ങൾ അദ്ദേഹത്തിന് നന്ദി പറയുകയും എളിമയോടും കൃതജ്ഞതയോടും കൂടെ അത് സ്വീകരിക്കുകയും ചെയ്യുക. അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ അറിയിപ്പുമായി ഞാനിതാ വരുന്നു. യേശു മിശിഹായുടെ മഹിമപ്രതാപത്തോടു കൂടിയ തിരിച്ചുവരവിനായിട്ടുള്ള വഴി ഒരുക്കുന്നതിനായി എന്നെ അയച്ചിരിക്കുകയാണ്. എൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ നടക്കുകയും ഈ അന്ത്യകാലഘട്ടത്തിൽ നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ അപ്പസ്തോലന്മാരായി തീരുകയും ചെയ്യുക. എൻ്റെ സാന്നിധ്യത്തിൻ്റെ സൗരഭ്യവും മാതൃനിർവിശേഷമായ വാത്സല്യവും എല്ലായിടത്തും നിങ്ങൾ പരത്തുക. വളരെയേറെ സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങളെല്ലാം ആശീർവദിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ഈശോയുടെ പക്കലേക്ക് സഞ്ചരിക്കുവാൻ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് അമ്മ ആഗ്രഹിക്കുന്ന പോലെ നമ്മെ തന്നെ നമുക്ക് പ്രതിഷ്ഠിക്കാം. അതിനായി നമുക്ക് വിമല ഹൃദയ പ്രതിഷ്ഠ ജപം ചൊല്ലി നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഒരു ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ അമ്മ വൈദികർക്ക് നൽകിയ സന്ദേശങ്ങളോടൊപ്പമുള്ള വിമല ഹൃദയ പ്രതിഷ്ഠ വളരെ ചെറുതാണ്. അതും യൂട്യൂബിൽ ഗൂഗിളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത് കണ്ടെത്തി ആ പ്രതിഷ്ഠ നടത്താൻ ശ്രദ്ധിക്കുക. പരിശുദ്ധ അമ്മ നമ്മെ അതിനായി സഹായിക്കട്ടെ. ഈശോയുടെ നാമത്തിന് മാത്രം മഹത്വമുണ്ടായിരിക്കട്ടെ.
യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ നന്ദി. ദൈവമേ സ്തോത്രം, ദൈവമേ ആരാധന, ദൈവമേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.